ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജു പ്ലസ് അക്കാഡമി. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിൻ്റെ ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 15 ആണ് എടുക്കുന്നത്. ചാപ്റ്റർ നെയിം അഡ്വർടൈസിങ്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് മീനിങ് ഓഫ് അഡ്വർടൈസിങ്, എന്താണ് അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ മീഡിയാസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്, ഏതൊക്കെ മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ അഡ്വർടൈസിങ് എത്തിക്കുന്നത്, അതിനെയൊക്കെ പറ്റിയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. പരസ്യം ചെയ്യൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ആശയങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ എന്നിവ ഏതെങ്കിലും ഒരു അവതാരകനാൽ വ്യക്തിഗതമല്ലാത്ത രീതിയിൽ പണം നൽകി അവതരിപ്പിക്കുന്നതിനെയാണ് പരസ്യം ചെയ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, നമ്മൾ പല രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റിനെ പറ്റി നമുക്കറിയാം. അപ്പോൾ ഏതൊരു പ്രൊഡക്റ്റിന് അവർ മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെയാണ്. ഇപ്പോൾ നമ്മൾ TV, ടെലിവിഷൻ വഴി കാണാം അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ എന്തൊക്കെ വഴികളിലൂടെ കാണാം, പോസ്റ്റേഴ്സ് കാണാറുണ്ട്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലൂടെയൊക്കെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് കാണാറുണ്ട്. പക്ഷെ അത് എന്തൊരു ഫോമിലാണ് നമ്മൾ കാണുന്നത്? അത് ഏറ്റവും വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷനാണ്. കോമൺലി എല്ലാവരും യൂസ് ചെയ്യുന്നത് ആ ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെയാണ് ഒരു പ്രൊഡക്റ്റിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ എന്താണ്, ഒരു നോൺ പേഴ്സണൽ പ്രസൻറ്റേഷനാണ്. എന്ന് വെച്ചാൽ നമ്മൾ അതൊരു വ്യക്തിയോട് മാത്രമായിട്ട് പറയുന്ന ഒരു കാര്യമല്ല. അത് നമ്മൾ നേരെ മറിച്ചിട്ടൊരു മാസ് ആൾക്കാരുടെ മുന്നിലേക്ക്, ഒരു വലിയൊരു ക്രൗഡിൻ്റെ ഒരു മുന്നിലോട്ടേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു മെസ്സേജ്, ഒരു ഇൻഫർമേഷൻ രൂപത്തിലാണ് നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് എത്തിക്കുന്നത്. അതൊരു നോൺ പേഴ്സണൽ പ്രസൻറ്റേഷൻ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പരസ്യം എന്നാൽ എന്തെന്നുള്ളൊരു ഡെഫിനിഷൻ കൊടുത്തത് എന്താണെന്ന് നോക്കാം. റേഡിയോ, ടെലിവിഷൻ, പത്രമാധ്യമങ്ങൾ, മാസികകൾ തുടങ്ങിയവയിലൂടെ വിവിധ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത, വില, പ്രത്യേകതകൾ എന്നിവ ഉപഭോക്താക്കൾ മനസ്സിലാക്കുന്നു. ഇതാണ് പരസ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ക്യാഷ് എത്രയാണ്, എത്ര രൂപയ്ക്ക് നമുക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്നൊക്കെ ഉപഭോക്താക്കളിലേക്ക്, കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു പരസ്യം വഴിയാണ്. അത് ഏതൊക്കെ മാധ്യമത്തിലൂടെയാണ്? റേഡിയോ വഴി പരസ്യം കേൾക്കാറുണ്ട്, അതുപോലെ ടെലിവിഷനിലൂടെ നമ്മൾ പരസ്യം കാണാറുണ്ട്, അതുപോലെ പേപ്പർ, പത്രമാധ്യമങ്ങൾ വഴി, അതുപോലെ മാസികകൾ വഴിയൊക്കെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു പരസ്യം നമ്മൾ കാണാറുണ്ട്. അതാണ് പരസ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പെയ്ഡ് പ്രൊമോഷൻ തന്നെയാണ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു പെയ്ഡ് ആയിട്ടുള്ളൊരു പ്രൊമോഷനാണ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. മീനിങ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. പരസ്യം ചെയ്യൽ എന്നാൽ എന്ത്? പരസ്യം ചെയ്യലിൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. പത്രമാധ്യമങ്ങളിലൂടെയും മറ്റും വിവിധങ്ങളായ ഉൽപ്പന്നങ്ങളെ പറ്റിയും വില, പ്രത്യേകതകൾ എന്നിവയെ പറ്റിയും ഇടപാടുകാർക്ക് പരസ്യം ചെയ്യൽ നിമിത്തം അറിവ് ലഭിക്കുന്നു. ഇടപാടുകാർക്ക് അറിവ് പകരുക, ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് സൃഷ്ടിക്കുക, നിലവിലുള്ള ഇടപാടുകാരെ നിലനിർത്തുക, വിൽപ്പന വർദ്ധിപ്പിക്കുക, വിൽപ്പനക്കാരനെ സഹായിക്കുക, ഇവയാണ് പരസ്യം ചെയ്യലിൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ. ഓക്കെ, അപ്പം മീനിങ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് എന്താണ്? പത്രമാധ്യമങ്ങളിലൂടെയും മറ്റു വിവിധങ്ങളായ ഉൽപ്പന്നങ്ങളെ പറ്റിയും അതിൻ്റെ വില, പ്രത്യേകതകളൊക്കെ പറ്റിയിട്ട് ഇടപാടുകാർക്കും കൺസ്യൂമേഴ്സിൽ അറിയിക്കുന്നതാണ്. ഒരു ധാരണ, ഒരു അറിവ് ലഭിക്കുന്നതാണ് ഇതിലൂടെ, പരസ്യത്തിലൂടെ. അപ്പോൾ ഈ ഒരു കൺസ്യൂമേഴ്സിന് പ്രോപ്പറായിട്ടൊരു നോളേജ് ലഭിക്കുന്നുണ്ട് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെ. എങ്ങനെയൊക്കെയാണ് അത് പോസിറ്റീവിലും നെഗറ്റീവിലും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അഡ്വർടൈസ്മെൻറ്റിലൂടെ. അത് നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ നിങ്ങൾ പരസ്യം എന്താണെന്ന് ഉദ്ദേശിച്ചാൽ ഒരു പത്രമാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റു വിവിധങ്ങളായ ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ടുള്ള അതിൻ്റെ ഒരു പൊതുവായൊരു ധാരണ കൊടുക്കുകയാണ് പരസ്യങ്ങളിലൂടെ ചെയ്യുന്നത്. അത് കൺസ്യൂമേഴ്സിന് ഒരു അറിവ് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പം ഉൽപ്പന്നങ്ങൾക്ക് അത് മൂലം എന്താണ് സംഭവിക്കുന്നത്? ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ നിലവിലുള്ള കൺസ്യൂമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ അത് പറ്റുന്നുണ്ട്, അതുപോലെ അവരുടെ സെല്ലിംഗ് ഒക്കെ കൂട്ടുന്നുണ്ട്, വിൽപ്പനയൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെ ഒരു ബിസിനസ് ഫേമിനെ പറ്റിയിട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് അഡ്വർടൈസിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സന്ദേശത്തിൻ്റെ വ്യക്തിഗതമല്ലാത്ത അവതരണം എന്ന് പറഞ്ഞാൽ പരസ്യത്തിൽ ഉപഭോക്താക്കളുമായി മുഖാമുഖം നേരിട്ടുള്ള സമ്പർക്കമോ ഇല്ല. ഇത് പൊതുവെ വരാനിരിക്കുന്ന വാങ്ങുന്നവരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതൊരു നമ്മളൊരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ പോലെ ഒരാളുടെ അടുത്ത് വ്യക്തിപരമായിട്ട് നമ്മൾ പറയുന്നൊരു കാര്യമല്ല. അത് നമ്മൾ വരാനിരിക്കുന്നൊരു കൺസ്യൂമേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് പോലെയാണ് നമ്മൾ ഈ ഒരു
അഡ്വർടൈസിങ് ചെയ്യുന്നത്. അതൊരു വ്യക്തിഗതമല്ലാത്തൊരു അവതരണ രീതിയാണ്. നമ്മൾ കുറേ ആൾക്കാരെ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും നമ്മളൊരു പരസ്യം ഇറക്കുന്നത്. അപ്പം അതാണ് പറയുന്നത് വ്യക്തിഗതമല്ലാത്ത അവതരണം എന്ന്. നെക്സ്റ്റ് വൺ, പണമടച്ചുള്ള ആശയവിനിമയം എന്ന് പറഞ്ഞാൽ പരസ്യത്തിൽ പത്രങ്ങൾ, ഹോർഡിങ്ങുകൾ, മാഗസീനുകൾ, റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ വിവിധ മാധ്യമങ്ങളിലൂടെ നിർമ്മാതാവ് വരാനിരിക്കുന്ന ഉപഭോക്താക്കളുമായി ആശയവിനിമയം നടത്തുന്നു. ഇതാണ് പണം അടച്ചുള്ളത്. നമ്മൾ ഒരു അഡ്വർടൈസിങ് ചെയ്യണമെങ്കിൽ അത് ക്യാഷ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മളത് സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വലിയ പോപ്പുലറായി നിൽക്കുന്ന സ്റ്റാർസിനെയൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മളൊരു അഡ്വർടൈസിങ് ചെയ്യുക. അപ്പോൾ അവർക്ക് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് ചെയ്യുക. അതാണ് പണം അടച്ചുള്ളൊരു ആശയവിനിമയമാണ്. അപ്പോൾ നമ്മളതൊരു അവരവരുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടാണല്ലോ അഡ്വർടൈസിങ്, പ്രൊമോഷന് വേണ്ടിയിട്ടാണല്ലോ അഡ്വർടൈസിങ് ചെയ്യുന്നത്. അപ്പോൾ അവരത് ക്യാഷൊക്കെ ചിലവഴിച്ചിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അത് പല രീതിയിലുള്ള പല മാധ്യമങ്ങളിലൂടെ നമ്മൾ പരസ്യം കൊടുക്കുകയാണെങ്കിൽ അതിനൊക്കെ നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് വൺ, ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ വിനിമയത്തിൻ്റെയോ പ്രൊമോഷൻ. പരസ്യത്തിൽ എന്തെങ്കിലും അടങ്ങിയിരിക്കുന്നു, ഏതെങ്കിലും പ്രത്യേക ഉൽപ്പന്നം, സേവനം അല്ലെങ്കിൽ ഒരു ആശയം സംബന്ധിച്ച സന്ദേശം. അത് ഉൽപ്പന്നത്തെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുകയും അത് വാങ്ങാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതൊരു മെയിൻ ഫീച്ചറാണ്. ആ ഒരു പ്രമോഷനിലൂടെ ആളുകളിലേക്ക് അത് നല്ല രീതിയിൽ, പ്രത്യേകിച്ചിട്ട് സെലിബ്രിറ്റീസൊക്കെയാണ് ഒരു ആഡ് ചെയ്യുന്നതെങ്കിൽ അത് നല്ല രീതിയിൽ ആ ഒരു ആളുകളെ, കൺസ്യൂമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇവർ പറയുന്നതാണ്. അപ്പോൾ അവരുടെ അടുത്തുള്ളൊരു ഇഷ്ടത്തിൻ്റെ പുറത്ത് വരെയൊക്കെ ആളുകൾ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യും, പ്രത്യേകിച്ച് അതിനൊരു ഉപകാരം ഇല്ലെങ്കിൽ. അങ്ങനെ ഓരോ ഇൻഫ്ലുവൻസ് അതിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സെലിബ്രിറ്റീസിനെയൊക്കെ കൊണ്ടിട്ട് നമ്മൾ അഡ്വർടൈസിങ് ചെയ്യിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് ആളുകൾക്കൊരു കറക്റ്റ് ഒരു ധാരണ അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സേവനം അല്ലെങ്കിൽ ഒരു ആശയം സംബന്ധിച്ച സന്ദേശം അത് ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള ആളുകളുടെ ബോധവാന്മാരാക്കുകയും അത് വാങ്ങാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സെലിബ്രിറ്റീസൊക്കെ ഇത് നല്ലതാണ്, ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളതിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു ധാരണയും തരും. അത് കുറേ ആളുകളെ അത് പ്രൊഡക്റ്റ് വാങ്ങിക്കാനും ഒരു പ്രേരിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്പോൺസർ എപ്പോഴും തിരിച്ചറിയപ്പെടുന്നു. പരസ്യം നൽകുന്ന നിർമ്മാതാവിൻ്റെയോ വ്യാപാരിയുടെയോ സേവനദാതാവിൻ്റെയോ ഐഡൻറ്റിറ്റി എപ്പോഴും വെളിപ്പെടുത്തും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു ബിൽഡേഴ്സ് ആണെങ്കിൽ ആ ബിൽഡറിൻ്റെ ഓണറിനെ പറ്റിയിട്ട് അവർ മെൻഷൻ ചെയ്യും അല്ലേ. ഇതിപ്പോൾ ഇവരാണ്. അതുപോലെ നമ്മളിപ്പോൾ ജ്വല്ലറീസ് ആണെങ്കിൽ അതിൻ്റെ ഓണർമാരെയൊക്കെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യും. ഏതാണ് ഒരു ഗ്രൂപ്പ്, ഏതാണ് ഏജൻസി, അപ്പോൾ ഇതാണ് ഇൻഡിവിജ്വൽ ആരാണ്, അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അഡ്വർടൈസ്മെൻറ്റിലൂടെ അവരെയും പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ആ ഒരു അവരുടെ ഐഡൻറ്റിറ്റി അതിലൂടെ വെളിപ്പെടുത്താറുണ്ട്. ആ ഒരു പരസ്യത്തിലൂടെ അതിൻ്റെ സ്പോൺസേഴ്സിനെയൊക്കെ നമ്മൾ ഓരോ രീതിയിൽ ഐഡൻറ്റിറ്റി അവരുടെ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് വൺ, ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയാണ്? ഒരു മാധ്യമം മാത്രമായിരിക്കണമെന്നില്ല, എല്ലാ മാധ്യമങ്ങളും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് ഇറക്കുകയാണെങ്കിൽ അത് നമ്മൾ ഒരു രീതിയിൽ മാത്രം ഇരിക്കില്ല, ഇതിപ്പോൾ ഒരു പേപ്പറിലൂടെ മാത്രം ഇരിക്കില്ല നമ്മളത് അഡ്വർടൈസ് ചെയ്യുന്നത്. അത് നേരെ മറിച്ച് റേഡിയോയിലൂടെയും അതുപോലെ വനിതകൾ, മാസികകളൊക്കെ ഇല്ലേ, അതുപോലെ അങ്ങനെയുള്ള എല്ലാ മാധ്യമങ്ങളിലൂടെയും നമുക്ക് ആശയവിനിമയം നടത്താൻ പറ്റും. നെക്സ്റ്റ് വൺ, ഇമ്പോർട്ടൻസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് അഡ്വർടൈസിങ് എന്താണെന്ന് നോക്കാം. ഇമ്പോർട്ടൻസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഒക്കെ എന്താണെന്ന് നോക്കാം. പരസ്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? ഇടപാടുകാർക്ക് അറിവ് പകരുക, പുതിയ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് സൃഷ്ടിക്കുക, നിലവിലുള്ള ഇടപാടുകാരെ നിലനിർത്തുക, വിൽപ്പന വർദ്ധിപ്പിക്കുക, വിൽപ്പനക്കാരനെ സഹായിക്കുക. അതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു പരസ്യം ചെയ്യുന്നതുകൊണ്ടുള്ള അവരുടെ ലക്ഷ്യങ്ങളാണ്. ഒന്നാമത്തെ ലക്ഷ്യം അവരുടെ കൺസ്യൂമേഴ്സിനെ പറ്റിയിട്ട്, ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ശരിയായ ധാരണ. ആ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരു ഇന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഉപയോഗങ്ങൾ, അതുപോലെ അതെങ്ങനെ യൂസ് ചെയ്യണം, അത് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, എന്തൊക്കെ രീതിയിലാണ് നമ്മളതിനെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, ആ ഒരു പൊതുവായ അറിവ്, ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ അറിവുകളും കൺസ്യൂമേഴ്സിന് നൽകുന്നുണ്ട്. അത് ഒന്നാമത്തെ ലക്ഷ്യമാണ്. അതുപോലെ പുതിയ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു പരസ്യത്തിലൂടെ ഒരു ഡിമാൻഡ് അതിന് സൃഷ്ടിക്കുന്നുണ്ട്. അത് അതിൻ്റെ ഒരു ലക്ഷ്യമാണ്. അതുപോലെ നെക്സ്റ്റ്, നിലവിലുള്ള ഇടപാടുകാരെ നിലനിർത്തുക. ഇപ്പോൾ യൂസ് ചെയ്യുന്ന കൺസ്യൂമേഴ്സ് ഓർ കസ്റ്റമേഴ്സ് ഉണ്ടാവും. ആ ഒരു കസ്റ്റമേഴ്സിനെ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് പോകണം, അവരെ നിലനിർത്തിക്കൊണ്ട് പോവേണ്ടതുണ്ട്. അത് ഒരു പുതിയ അഡ്വർടൈസ്മെൻറ്റ് വരുന്നതിലൂടെ പുതിയ അഡീഷണൽ കാര്യങ്ങൾ കൂടെ അവരെ ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ അവർ ഡിമാൻഡ് സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇടപാടുകാരെ നിലനിർത്തുന്നുണ്ട്. അതുപോലെ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെ ആയിരിക്കും അവരുടെ വിൽപ്പനകളൊക്കെ വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടെ ഉണ്ട്. അതുപോലെ വിൽപ്പനക്കാരനെ സഹായിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് മീഡിയ ഓഫ് അഡ്വർടൈസിങ്.
അഡ്വർടൈസിങ്ങിൻ്റെ ഏതൊക്കെ മാധ്യമങ്ങളിലൂടെ നമുക്ക് അഡ്വർടൈസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ലിമിറ്റേഷൻസ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. മീഡിയ ഓഫ് അഡ്വർടൈസിങ്. സന്ദേശം ഏത് മാധ്യമത്തിലൂടെയാണോ നൽകുന്നത് അതിനെ പരസ്യ മാധ്യമം എന്ന് പറയുന്നു. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഏതൊക്കെയാണ്? റേഡിയോ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ് തുടങ്ങിയവയാണ് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കുക. യാതൊരു പൈസയും ചെലവഴിക്കാതെ വിവരങ്ങൾ ലഭ്യമാക്കാവുന്ന വിവിധ പരസ്യ മാധ്യമങ്ങൾ ഏതെല്ലാമാണെന്ന് വിശദീകരിക്കുക. അത് ഏതൊക്കെയാണ്? ഇലക്ട്രോണിക് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ റേഡിയോ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ് ഒക്കെയാണ്. അതുപോലെ പൈസ ചെലവൊന്നും ഇല്ലാത്ത മാധ്യമങ്ങൾ ഏതാണെന്ന് നോക്കാം. പരസ്യ പലകകൾ, ചുമർ പരസ്യങ്ങൾ, വാഹനം വഴിയുള്ള പരസ്യ പ്രദർശനം എന്നിവ ഇത്തരം പരസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, നമുക്കിനി പരസ്യ പലകകൾ എന്താണെന്ന് നോക്കാം. പകൽ സമയത്തും രാത്രി സമയത്തും വളരെ വ്യക്തമായി കാണാവുന്ന രീതിയിൽ പെയിൻറ് ഉപയോഗിച്ചോ മറ്റോ ഇത്തരം പലകകളിൽ മേൽ പരസ്യങ്ങൾ പതിപ്പിച്ചിരിക്കും. അതെന്ന് വെച്ചാൽ പരസ്യപ്പലക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാണാം റോഡ് സൈഡിലൊക്കെ ഒരു ഫ്രെയിമൊക്കെ അടിച്ചിട്ടോ ഒന്നെങ്കിൽ പെയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാവും ഓരോ പരസ്യങ്ങൾ. അതുപോലെ എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസ് വഴി അങ്ങനെയും കാണിക്കാറുണ്ട്. ഇങ്ങനെ സ്ലൈഡ് നീങ്ങി പോകുന്ന പോലെ അങ്ങനെയും കാണിക്കാറുണ്ട് ലൈറ്റ്സൊക്കെ ആയിട്ട്. അതാണ് പരസ്യ പലകകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ചുമർ പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടപാടുകാരൻ്റെ ശ്രദ്ധ ആകർഷിക്കത്തക്ക വിധത്തിൽ ചുമരുകൾ, കെട്ടിടങ്ങൾ, പാലങ്ങൾ എന്നിവകളിൽ പരസ്യം പതിപ്പിക്കുന്ന രീതിയാണ് ചുമർ പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഇടപാടുകാരൻ്റെ കൺസ്യൂമേഴ്സിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ചുമരിൻ്റെ മേലെയോ കെട്ടിടത്തിൻ്റെ മേലെയൊക്കെ അല്ലെങ്കിൽ പാലങ്ങൾ, ഓരോ ബ്രിഡ്ജുകളുടെ മേലെയൊക്കെ ഓരോ പരസ്യങ്ങൾ ഒട്ടിച്ച് വെക്കാറില്ലേ, അതിനെയാണ് ചുമർ പരസ്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാഹനം വഴിയുള്ള പരസ്യ പ്രദർശനം. അതെന്താണെന്ന് വെച്ചാൽ പരസ്യപ്പലകകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവ പരസ്യങ്ങൾക്ക് ചലനക്ഷമത നൽകുന്നു. കൂടാതെ ഇത്തരം പരസ്യങ്ങൾ ധാരാളം ആളുകൾ കാണാൻ ഇടയാവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ റോഡ് സൈഡിലൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന ടൈമിൽ ഒരു വണ്ടിയിലൊരു സാധനം വെച്ചിട്ട് അവരുടെ ഒരു പരസ്യത്തിൻ്റെ ആ ഒരു വലിയൊരു ബോർഡോ ഒരു ബോക്സൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ പോകുന്നില്ലേ, വണ്ടിയിൽ ഇങ്ങനെ പരസ്യം പറഞ്ഞ് നടക്കുന്നതാണ് ഒരു വാഹനം വഴിയുള്ള പരസ്യ പ്രദർശനം എന്നത്. കുറേ ആളുകളിലേക്ക് എത്തുന്നുണ്ട് ആ ഒരു പരസ്യങ്ങൾ. എന്ന് വെച്ചാൽ ഓരോ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയാസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവരിങ്ങനെ ഒരു പരസ്യം വെച്ച് മെല്ലെ മെല്ലെ സ്ലോ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ വാഹനം വഴിയുള്ള പരസ്യ പ്രദർശനം എന്ന് പറഞ്ഞത്. കുറേ ആളുകളിലേക്ക് എത്തുന്നു. ഇനി നമുക്ക് നോക്കാം ന്യൂസ് പേപ്പർ പരസ്യങ്ങളില്ലേ, ദിനപത്ര പരസ്യത്തിൻ്റെ ഗുണങ്ങളും ന്യൂനതകളും എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ ഒരു ന്യൂസ് പേപ്പേഴ്സിൻ്റെ കൊടുക്കുന്ന പരസ്യത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദിനപത്രത്തിൽ നൽകുന്ന ഒരു പരസ്യം വളരെ എളുപ്പത്തിൽ അനേകം ആളുകളിൽ എത്തുന്നു. നെക്സ്റ്റ്, പരസ്യ ചിലവ് താരതമ്യേന കുറവായിരിക്കും. നെക്സ്റ്റ് വൺ, ദിനപത്രങ്ങൾ ദിവസം തോറും പ്രസിദ്ധീകരിക്കുന്നതിനാൽ ഒരേ പരസ്യം തന്നെ ആവർത്തിച്ചു നൽകാൻ കഴിയുന്നു. നെക്സ്റ്റ്, വളരെ വേഗത്തിൽ ദിനപത്രത്തിൽ പരസ്യം നൽകാവുന്നതാണ്. ലാസ്റ്റ് വൺ, വിവിധ പ്രദേശങ്ങളിൽ നിന്നും വിവിധ ഭാഷകളിലുമായാണ് ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി പേപ്പർ വരുന്നതാണ്. അപ്പോൾ ആ ഒരു ദിനപത്രത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചിലവ് താരതമ്യേന കുറച്ചിട്ട് നമുക്കൊരു പരസ്യം നൽകാൻ പറ്റും ഏത് പേപ്പറിലൂടെ. അതുപോലെ കുറേ ആളുകളിലേക്ക് എത്തും. ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു പേപ്പർ വായിക്കുന്ന ആളുകളാണെങ്കിൽ എല്ലാവരുടെ വീട്ടിലും പേപ്പർ ഇടുന്നുണ്ടോ. അപ്പോൾ ആ ഒരു പേപ്പർ ഇടുന്ന വീടുകളിലുള്ള ആൾക്കാരൊക്കെ വായിക്കും തോറും നമുക്ക് ആ ഒരു പരസ്യം അതിൽ കാണാൻ പറ്റുന്നതാണ്. ഇതാണ് കുറേ ആളുകളിലേക്ക് എത്തുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു പൊതുവായിട്ടുള്ള ഒരു സ്ഥലത്താണെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസോ എന്താണെങ്കിലും ഒരു ചായപ്പീടിയ വരെ ആണെങ്കിലും അവിടെ ഒരു പേപ്പർ വരുത്തും. ആ ഒരു പേപ്പർ വരുത്തുന്ന ആണെങ്കിൽ അപ്പോൾ സ്വന്തം വീട്ടിൽ പേപ്പർ വരുത്തുന്നില്ലെങ്കിൽ മറ്റുള്ള ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പേപ്പർ വായിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വരുന്ന ആളുകളിലേക്കും ഒക്കെ എത്തുന്നുണ്ട്. അപ്പം അതൊരു ശീലമായിട്ടൊരു നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിലുള്ളൊരു ശീലം തന്നെയാണ് ഈ ഒരു പത്രവായന. അപ്പോൾ അതൊക്കെ എല്ലാവരും ഇങ്ങനെ വായിക്കും, ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പരസ്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതങ്ങനെ കുറേ ആളുകളിലോട്ടൊക്കെ എത്തുന്നുണ്ട്. പിന്നെ അതേപോലെ ദിവസം തോറും പ്രസിദ്ധീകരിക്കുന്ന ഒരു കാര്യമായിരുന്നു അതിൽ റിപ്പീറ്റ് ചെയ്തിട്ട് പരസ്യം നൽകാൻ പറ്റും. അപ്പോൾ ഇന്നൊരു പരസ്യം കൊടുത്തു വെച്ചാൽ അത് കൊടുക്കാതിരിക്കണം എന്നില്ല, വീണ്ടും വീണ്ടും അവർക്ക് അതിൽ തന്നെ പരസ്യം കൊടുക്കാൻ പറ്റും. പിന്നെ വളരെ വേഗത്തിലാണ് പരസ്യം കൊടുക്കാൻ പറ്റുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ദിനപത്രത്തിൽ പരസ്യം നൽകാൻ പറ്റും. അതുപോലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അതിപ്പോൾ നമ്മുടെ ഈ ഒരു മലയാളത്തിൽ മാത്രമല്ല, ഈ ഒരു പരസ്യം നമുക്ക് വേറെ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ആ ഒരു പ്രസിദ്ധീകരണത്തിലൂടെ ഒക്കെ നമുക്ക് നമ്മുടെ പരസ്യം കൊടുക്കാൻ പറ്റും അവരുടെ ഭാഷയിലായിട്ടോ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഒരു ന്യൂനതകളോ ലിമിറ്റേഷൻസ് നോക്കാം. അഡ്വർടൈസിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ദിനപത്രങ്ങളുടെ ആയുസ് വളരെ പരിമിതമാണ്. സെക്കൻഡ് വൺ, ആനുകാലിക വാർത്തകളും സംഭവങ്ങളും അറിയുന്നതിനാണ് ജനങ്ങൾ പ്രധാനമായും ദിനപത്രങ്ങൾ വായിക്കുന്നത്.
നെക്സ്റ്റ്, നിരക്ഷരരായവരെ സംബന്ധിച്ചിടത്തോളം പത്രപരസ്യങ്ങൾ യാതൊരു ഗുണവും ചെയ്യുന്നില്ല. ഓക്കെ, എന്താണ് ന്യൂനതകൾ എന്നാണ്? ദിനപത്രങ്ങളുടെ ആയുസ് വളരെ പരിമിതമാണ്. നമുക്ക് എന്താ വെച്ചാൽ ആ ഒരു ആയുസ് കുറവാണ് ദിനപത്രങ്ങളുടെ. നമ്മൾ ഡെയിലി ബേസിസിൽ ഇങ്ങനെ ഇട്ട് പോവുകയല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതിങ്ങനെ എപ്പോഴും അവിടെ തന്നെ നിൽക്കണം എന്നില്ല. അപ്പോൾ ആ ഒരു ഇത് കുറവാണെന്നാണ് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് എന്താണ്? ആനുകാലിക വാർത്തകൾ, നമ്മുടെ ആ ഒരു കറണ്ട് അഫെയർസ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും പ്രശ്നങ്ങളും, അതുപോലെ എന്തെങ്കിലുമൊക്കെ നല്ല ഗുഡ് ന്യൂസസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണം. കറണ്ട് അഫെയർസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പത്രം വായിക്കുന്നത്. അപ്പോൾ നമ്മൾ പൊതുവേ ആ പത്രത്തിൽ വരുന്ന പരസ്യങ്ങൾ ഒട്ടുമിക്ക ആളുകൾ അത് ഇഗ്നോർ ചെയ്ത് വിടും. അങ്ങനെ ആ ഒരു പരസ്യം ആരും നോക്കില്ല. ആ ഒരു കണ്ടൻറ്റ് എന്താണോ അത് മാത്രമേ എടുക്കുകയുള്ളൂ. അതൊരു വലിയൊരു ലിമിറ്റേഷനാണ് പത്രങ്ങളിലൂടെ പരസ്യം ചെയ്യുന്നതിൻ്റെ. പിന്നെ അതുപോലെ എല്ലാവരും ഇപ്പം പഠിപ്പുള്ളവരായിരിക്കണം എന്നില്ല, വായിക്കാനും എഴുതാൻ അറിയുന്നുള്ളവരായിരിക്കണം എന്നില്ല. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം, എഴുതാനും വായിക്കാനൊന്നും അറിയാത്ത ആൾക്കാർ, നിരക്ഷരരായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള പരസ്യങ്ങളൊന്നും വന്നാൽ അവർക്കത് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതും ഒരു ലിമിറ്റേഷനാണ്. പത്രങ്ങളിലൂടെ, ദിനപത്രങ്ങളിലൂടെ നൽകുന്ന പരസ്യത്തിൻ്റെ ഒരു ലിമിറ്റേഷൻസാണ് ഇതൊക്കെ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം, മാസികകളിലൂടെയുള്ള പരസ്യങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാം. ആദ്യം നമുക്കതിൻ്റെ മാസികകളിലൂടെയുള്ള ഇതിൻ്റെ ഗുണങ്ങൾ നോക്കാം. പരസ്യത്തിൻ്റെ ഗുണങ്ങൾ. മാസികകൾക്ക് ദിനപത്രങ്ങളെക്കാൾ ആയുസ്സുണ്ട്. മാസികകളെല്ലാം ഒരു പ്രത്യേക വിഭാഗം വായനക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളവയാണ്. ഓക്കെ, അപ്പോൾ മാസികകളിലൂടെ പരസ്യം നൽകിയാൽ അതെന്ന് വെച്ചാൽ നമ്മുടെ എത്രയാണ് ബുക്സ് ആയതുകൊണ്ട് നമ്മളവിടെ എപ്പോഴും എവിടെയെങ്കിലും ഉണ്ടാവും. പക്ഷേ പേപ്പറുകളൊക്കെ ആണെങ്കിൽ നമ്മൾ പല യൂസിന് വേണ്ടിയിട്ട് എടുത്ത് കീറി മുറിച്ച് ഒക്കെ അതിനധികം ആയുസില്ലെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ പെട്ടെന്ന് അത് വേസ്റ്റ് ആക്കിയിടും. പക്ഷെ നേരെ മറിച്ചൊരു ബുക്സ് പോലെയുള്ള ഈ ബുക്ക്ലെറ്റ് പോലെയുള്ള മാസികകളൊക്കെ ആകുമ്പോൾ അതിന് പിന്നെയും ആയുസുണ്ട്. അതങ്ങനെ ആ ഒരു ബുക്സായിട്ട് അവിടെ നിൽക്കും. അപ്പം അത് ഏത് കാലം എടുത്താലും നമുക്കത് മറച്ച് നോക്കാനൊക്കെ തോന്നും. അപ്പോൾ നമ്മളിതിപ്പോൾ മറ്റേ ഡെയിലി ബേസിസിൽ വരുന്ന ഈ പേപ്പറൊക്കെയാണ് നമ്മൾ അന്ന് നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എത്രയോ മാസം കഴിഞ്ഞിട്ടൊന്നും നമ്മൾ ആ ഒരു അന്നത്തെ പേപ്പർ തിരഞ്ഞിട്ട് പോകില്ല. അതാണ് ആ ഒരു ആയുസിൻ്റെ കാര്യം പറഞ്ഞത് അതാണ് കേട്ടോ. അതുപോലെ മാസികകളെല്ലാം എന്തായാലും പ്രത്യേക വായനക്കാർ, അപ്പോൾ ഒരു ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആളുകളെ ഇരിക്കും അത് ആ ഒരു മാസികകൾ വായിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൂസ്ഫുൾ ആവുന്ന പ്രൊഡക്റ്റിൻ്റെ പരസ്യം അതിലൂടെ കുറേ, ഇപ്പോൾ ലേഡീസാണ്, ഇപ്പോൾ വനിതകൾ വായിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അനുസരിച്ചിട്ടുള്ള ആ ഒരു അഡ്വർടൈസിങ് അതിലൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ കുറേ ലേഡീസിലോട്ട് എത്താനൊക്കെ ചാൻസ് ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് നോക്കാം. മാസികകളിലൂടെയുള്ള പരസ്യങ്ങൾ ചിലവേറിയതാകുന്നു. നെക്സ്റ്റ്, മാസികകളിലൂടെയുള്ള പരസ്യം കുറച്ച് ആളുകൾക്ക് മാത്രമേ കാണാൻ ഇടവരുന്നുള്ളൂ. നെക്സ്റ്റ്, മാസികകളിലൂടെ പ്രസിദ്ധീകരിക്കണമെങ്കിൽ പരസ്യം വളരെ നേരത്തെ തന്നെ നൽകേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഈ പരസ്യം ഈ ന്യൂസ് പേപ്പറിന് കൊടുക്കുന്നതിനേക്കാളും ചിലവേറിയതാണ് മാസികകളിലൂടെ കൊടുക്കുന്ന പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അതുപോലെ മാസികകളിലൂടെയുള്ള പരസ്യത്തിന് അത് എത്ര ആളുകളിലോട്ട് എത്തിക്കൊള്ളണം നമുക്ക് വലിയ ഉറപ്പില്ല. എന്ന് വെച്ചാൽ അത് കുറച്ച് ആളുകളെ ഓരോ മാസികകളൊക്കെ വാങ്ങിയിട്ട് വായിക്കുള്ളൂ. അപ്പോൾ അതിലുള്ള ഓരോ ഇൻ്റർവ്യൂസും അതുപോലെ ഓരോ കാര്യങ്ങൾ, പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത്, പിന്നെ അങ്ങനെ ഓരോ റെസിപ്പീസ്, അങ്ങനെയൊക്കെ അതൊക്കെ ചില കാറ്റഗറി ഓഫ് ആൾക്കാരെ അതൊക്കെ കാണുന്നുള്ളൂ. അതുകൊണ്ട് മാസികകൾ അധികം വാങ്ങിക്കുന്നില്ല. അതുകൊണ്ട് അധിക പേരിലോട്ടോ അധികം പരസ്യങ്ങളോ കാര്യങ്ങളോ എത്താനുള്ള സാധ്യതയും ഇല്ല. പിന്നെ മാസികകളിലൂടെ പ്രസിദ്ധീകരിക്കണമെങ്കിൽ പരസ്യം വളരെ നേരത്തെ തന്നെ നമ്മൾ നൽകേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ അത് അച്ചടിച്ച് വരണം. അതിപ്പം കുറേ കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു ബുക്സൊക്കെ അച്ചടിച്ചിട്ട് വരിക. അപ്പോൾ അത് പരസ്യങ്ങളൊക്കെ കുറേ നേരത്തെ നമ്മൾ നൽകേണ്ടതുണ്ട്. അതും അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റേഡിയോ പരസ്യത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് നോക്കുക, പതിവായി ആളുകൾ കേൾക്കാൻ ഇടയാകുന്നതിനാൽ വളരെ ഫലപ്രദമായൊരു മാധ്യമമാണിത്. അതാണ് ഫസ്റ്റ് ആ ഒരു മെറിറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, എഴുതാനും വായിക്കാനും അറിയാത്ത നിരക്ഷരർക്ക് പോലും ഉപയോഗപ്രദമാണ്. നെക്സ്റ്റ്, പത്രപാരായണം സാധ്യമല്ലാത്ത അവസ്ഥയിൽ പോലും റേഡിയോ ഉപയോഗപ്രദമാണ്. അതാണ് റേഡിയോൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ അത് ഡെയിലി ബേസിസിൽ കേൾക്കാം. നമുക്ക് റേഡിയോയിലുള്ള ഓരോ കാര്യങ്ങൾ ഡെയിലി അതുപോലെ കേൾക്കാം. അപ്പോൾ അത് ആ ഒരു പതിവായി ആളുകൾ കേൾക്കാൻ ഇടയാകുന്നതിനാൽ അത് വളരെ ഫലപ്രദമായിരിക്കും. അപ്പോൾ ഒരു ഒരു വാർത്തയാണ് വായിക്കുന്നതെങ്കിൽ, റേഡിയോയിലൂടെ വാർത്തയാണ് കേൾക്കുന്നതെങ്കിൽ അതിന് മുന്നേ ഈ ഒരു പരസ്യം പറയും. അത് അവർ റിപ്പീറ്റ് ചെയ്ത് ഡെയിലി ബേസിസിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കേൾക്കുന്ന ആളുകൾക്ക് ആ ഒരു പരസ്യം തന്നെ അത്രയ്ക്ക് സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്ന കാര്യമായിരിക്കും. അപ്പോൾ അതൊരു വളരെ ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് റേഡിയോ പരസ്യത്തിൻ്റെ. നെക്സ്റ്റ് എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾക്ക് കേൾക്കാൻ പറ്റില്ല, കേട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് ആ ഒരു എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാർക്ക് പോലും ഉപയോഗപ്രദമാണ്. ആ ഒരു പ്രൊഡക്റ്റ് അതിലൂടെ ഇപ്പോൾ പരസ്യം ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി നല്ല ധാരണ കിട്ടുന്നുണ്ട്.
അതുപോലെ എന്താണ് പത്രപാരായണം, നമുക്ക് പത്രം വായിക്കാൻ പറ്റാത്ത സാധ്യത അല്ലാത്ത അവസ്ഥയിൽ നമുക്ക് റേഡിയോ ഉപയോഗമാണ്. അപ്പോൾ റേഡിയോ വഴി കേൾക്കാൻ പറ്റും. അപ്പോൾ അതൊരു നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണെന്നാണ് പറയുന്നത്. റേഡിയോ പരസ്യത്തിൻ്റെ ഒരു ഗുണമാണ്. അതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കുക. സ്ഥിരം റേഡിയോ ശ്രോതാക്കൾക്ക് അവർ കേട്ടത് എന്താണെന്ന് ഓർക്കാൻ കഴിയും. എന്നാൽ യാദൃശ്ചികമായി റേഡിയോ ശ്രവിച്ച ഒരാളിന് അങ്ങനെ സംഭവിക്കണമെന്നില്ല. ഓക്കെ, ഇപ്പോൾ ഡെയിലി കേൾക്കുന്ന റേഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ, അഡ്വർടൈസിംഗ് ഒക്കെ കേൾക്കുന്ന ആൾക്കാർക്ക് അതെന്താണെന്ന് പെട്ടെന്ന് കഴിയും. പിന്നെ നമ്മൾ ഓരോ ന്യൂസൊക്കെ വരുമ്പോൾ ഷോർട്ടായിട്ടാണല്ലോ റേഡിയോയിൽ പറയുക. അപ്പോൾ പെട്ടെന്ന് ഒരാൾ റേഡിയോ അത് പെട്ടെന്ന് ന്യൂസ് കേൾക്കുമ്പോൾ ഇവരെന്താ പറയുന്നത് എന്നുള്ളത് ഒരു ക്ലാരിറ്റി അവർക്ക് വരണമെന്നില്ല. ആ ഒരു പരസ്യം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നല്ല. അപ്പോൾ ഡെയിലി കേൾക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ ഒരു പരസ്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്ന് കേൾക്കുന്ന ഒരാൾക്ക് അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെന്നില്ല. പിന്നെന്താ, റേഡിയോ വഴിയുള്ള സന്ദേശം ശ്രവിക്കുന്നതിൽ വല്ല ബുദ്ധിമുട്ടുകളും സംഭവിച്ചാൽ അവ ഉടൻ തന്നെ വീണ്ടും കേൾക്കാനുള്ള അവസരം ലഭിക്കുന്നില്ല. റേഡിയോ ഒക്കെ സംപ്രേഷണം ചെയ്യാന്ന് പറഞ്ഞാൽ അതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. അതുപോലെ നമുക്കത് ബാക്ക് അടിച്ചിട്ട് കേൾക്കാൻ പറ്റും, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനോ അങ്ങനെയൊരു ഓപ്ഷൻ നമുക്ക് അതിലില്ല. അതാണ് ആ ഒരു വീണ്ടും മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടി വീണ്ടും കേൾക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് റേഡിയോനുണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ ന്യൂനതകൾ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ടെലിവിഷൻ പരസ്യത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടെലിവിഷൻ പരസ്യങ്ങൾ കണ്ണുകളെയും കാതുകളെയും ഒരുപോലെ ആകർഷിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഗുണമാണത്. എന്ന് വെച്ചാൽ നമുക്ക് കേൾക്കാനും ഒരേ ടൈമിൽ കേൾക്കാനും പറ്റുന്നുണ്ട്, കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു ഭയങ്കര ഒരു എൻ്റർടൈനിങ് ആയിരിക്കും. അപ്പോൾ ഒരു അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത് തന്നെ ടെലിവിഷനിലൂടെ കാണുമ്പോൾ. പിന്നെ നെക്സ്റ്റ് വൺ എന്താണ്, പ്രശസ്ത വ്യക്തികൾ ഉൽപ്പന്നങ്ങൾ ടെലിവിഷനിലൂടെ പ്രദർശിപ്പിക്കുന്നത് ടെലിവിഷൻ പരസ്യത്തിന് മതിപ്പുളവാക്കുന്നു. അതാണ് ഓരോ സെലിബ്രിറ്റി സ്റ്റാർസൊക്കെ വന്നിട്ടാണ് ആ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ, ആ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താ നമുക്കത് കാണുന്ന ആ ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് നമുക്ക് കുറച്ചും കൂടി ആ ഒരു പ്രൊഡക്റ്റിനോട് ഒരു ഇതുണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു പരസ്യത്തിനും ഒരു ക്വാളിറ്റി ഉണ്ടാവും എന്നൊക്കെ പറയില്ലേ, നമുക്ക് കാണാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ്, പരസ്യദാതാക്കൾക്ക് പരസ്യം നൽകേണ്ട സമയവും ചാനലുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുന്നതിനുള്ള അവസരം ലഭിക്കുന്നു. അതുപോലെ ഇപ്പോൾ ടെലിവിഷനിലൂടെ ആണെങ്കിൽ ഏതൊക്കെ ചാനലിൽ നമുക്ക് ഈ പരസ്യം കൊടുക്കണം എന്നൊക്കെ അവർക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അവിടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർക്ക് ഏതൊക്കെ ചാനലിൽ സംപ്രേഷണം ചെയ്യണം അങ്ങനെയൊക്കെ അവർക്ക് തീരുമാനിക്കാവുന്നതാണ് ടെലിവിഷൻ പരസ്യത്തിൽ. പിന്നെ നെക്സ്റ്റ് വൺ, പ്രാദേശിക ചാനലുകൾ വഴിയുള്ള പരസ്യങ്ങൾ നിരക്ഷരരായവർക്ക് പോലും മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ഓരോ ലോക്കൽ ചാനൽസിലൊക്കെ കൊടുക്കുന്ന പരസ്യങ്ങളൊക്കെ തന്നെ എന്താണ്, ഇപ്പം എഴുതാനും വായിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അറിയാത്ത ആളുകൾക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ ടെലിവിഷനിലൂടെ കണ്ട് മനസ്സിലാക്കാനൊക്കെ അവർക്കും എല്ലാ പരസ്യങ്ങളെ പറ്റിയും നല്ല ധാരണ കിട്ടും. ഇനി അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടെലിവിഷൻ പരസ്യങ്ങൾ തയ്യാറാക്കുന്നതിനും സംപ്രേഷണം ചെയ്യുന്നതിനും കൂടുതൽ ചിലവ് ആവശ്യമായി വരുന്നു. അപ്പോൾ മറ്റേതൊക്കെ വഴി കമ്പാരിറ്റീവ്ലി ടെലിവിഷൻ പരസ്യങ്ങൾക്കാണ് കുറച്ചും കൂടി ചിലവ്, എക്സ്പെൻസസ് ഉള്ളത് ടെലിവിഷനിലൂടെയുള്ള അഡ്വർടൈസിങ്ങിനാണ്. നെക്സ്റ്റ്, പ്രേക്ഷകരിൽ സ്വാധീനം കുറയുന്നതിനിടയാക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ദോഷങ്ങൾ എന്ന് പറയുന്നാൽ പ്രേക്ഷകരുടെ സ്വാധീനം കുറയ്ക്കുന്നതിനും ഇടയാക്കുന്നുണ്ട് ടെലിവിഷൻ പരസ്യങ്ങൾ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻ്റർനെറ്റ് പരസ്യത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാം എന്നാണ്. അപ്പോൾ ഇൻ്റർനെറ്റ് പരസ്യത്തിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ നിന്നുമുള്ള വിവരങ്ങൾ നമ്മുടെ വീട്ടുപടിക്കൽ ലഭ്യമാക്കാൻ കഴിയുന്നു. അതാണ് ഒരു മേജറായിട്ടുള്ളൊരു ഇൻ്റർനെറ്റ് പരസ്യങ്ങളിലൂടെയുള്ള ഗുണം. അപ്പോൾ നമുക്ക് എവിടെ ലോകത്തിലാണ് വേൾഡ് വൈഡ് ആയിട്ട് നമുക്കൊരു പരസ്യം ചെയ്യാൻ കഴിയുന്നതാണ് ഇൻ്റർനെറ്റിലൂടെ. നെക്സ്റ്റ്, ഉപഭോക്താക്കൾക്ക് അവരുടെ സമയവും ആവശ്യകതയും അനുസരിച്ച് പരസ്യ വിവരങ്ങൾ അറിയാവുന്നതാണ്. നമുക്കിപ്പോൾ ഒരു കാര്യം, നമുക്കൊരു വെബ്സൈറ്റിനെ പറ്റി അറിയണം, അതിലൂടെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആമസോൺ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് പെട്ടെന്ന് ഇൻ്റർനെറ്റിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റും. അതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും അതുപോലെ ആ ഒരു വെബ്സൈറ്റിൽ കയറി അതിൻ്റെ ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ അഡ്വർടൈസ്മെൻറ്റ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഇൻ്റർനെറ്റിലൂടെ നമ്മുടെ വിരൽത്തുമ്പിൽ എത്തുന്നതാണ്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഏത് പരസ്യങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിവ്യൂ ഒക്കെ നോക്കിയിട്ട് നമുക്ക് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതാണ് ഇൻ്റർനെറ്റിലൂടെയുള്ള പരസ്യത്തിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ. ഇനി ദോഷങ്ങൾ എന്താണ്? കമ്പ്യൂട്ടർ ഇല്ലാതെ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാവുന്നതല്ല. സാധാരണ ജനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലല്ല. നിരക്ഷരരായവർക്കും ഇൻ്റർനെറ്റ് പ്രവർത്തനം അറിയാത്തവർക്കും ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ഇൻ്റർനെറ്റിലൂടെയുള്ള പരസ്യങ്ങൾക്ക് ഇതിപ്പം നമുക്കൊരു ഡിവൈസോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് അത് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതിലൂടെ ആ ഒരു പരസ്യം കാണാനോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. അതുപോലെ നമുക്കത് എങ്ങനെ പ്രോപ്പറായിട്ടൊരു ഇൻ്റർനെറ്റിലൂടെ നമ്മൾ എങ്ങനെയും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ്
ആക്സസ് ചെയ്യാൻ പറ്റുക, അല്ലാതെ ഒരു ധാരണയൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ ഒരു കാര്യം ഓപ്പറേറ്റ് ചെയ്യാനൊന്നും അറിയുന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇൻ്റർനെറ്റ് പരസ്യം കൊണ്ട് വലിയ ലാഭമോ നേട്ടമോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് അതിനെ പറ്റി പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊന്നും മനസ്സിലാക്കാനും പറ്റില്ല. അതാണ് അറിവില്ലാത്ത നിരക്ഷരരായവർക്കും ഇൻ്റർനെറ്റ് പ്രവർത്തനം അറിയാത്തവർക്കും അത് ഉപയോഗപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. അത് അതിൻ്റെ ഒരു ദോഷമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ മെയിൻലി നോക്കിയത് അഡ്വർടൈസിങ് എന്താണെന്നാണ്. അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഫോം ഓഫ് പ്രൊഡക്റ്റ് പ്രൊമോഷനാണ്. അതുപോലെ നമ്മൾ ഇറ്റ് ഈസ് എ നോൺ പേഴ്സണൽ പ്രസൻറ്റേഷൻ ഓഫ് എൻ ഐഡിയ ഓർ എ പ്രൊഡക്റ്റ് ആണ്. നമ്മളൊരു നോൺ പേഴ്സണൽ ആണെന്നാണ്, ഒരു വ്യക്തിപരമായിട്ടുള്ള രീതിയിലല്ല, നമ്മളൊരു വൈഡായിട്ടുള്ളൊരു ക്രൗഡിലേക്കാണ് നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കണ്ടൻറ്റ് എന്തായിരിക്കും, ഒരു അഡ്വർടൈസിങ്ങിൽ ഒരു കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് മെസ്സേജ് ഓഫ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, നമ്മളത് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. ഒരു സ്റ്റാൻഡേർഡ് ഓഫ് മെസ്സേജാണ് നമ്മളൊരു ലാർജ് പീപ്പിളിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അതുപോലെ നമ്മൾ ആ ഒരു മെസ്സേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയുന്നത് അഡ്വർടൈസ്മെൻ്റ് അല്ല, ഒരു ലാർജ് ക്രൗഡിനോട് പറയുന്നതിനെയാണ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ അതൊരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്, അതുപോലെ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ അഡ്വർടൈസിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് അതിൽ ഉള്ള ആ ഒരു മീഡിയാസ് ഏതൊക്കെ മീഡിയം വഴിയാണ് നമ്മൾ പരസ്യം ചെയ്യുന്നത്, റേഡിയോ, ടെലിവിഷൻ, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ്, അതിൻ്റെയൊക്കെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.